അനാഥൻ എന്ന വാക്ക് ഈ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഒരാൾ നടത്തിയ ഒറ്റയാൾ സമരത്തിന്റെ ഉത്തരമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ. അദ്ദേഹത്തിന്റെ പേര് സുവർണ ലിപികളിൽ ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, ഡോക്ടർ സോമരാജ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ അനാഥൻ എന്ന വാക്ക് തുടച്ചു നീക്കാൻ ഒറ്റയാൾ പോരാട്ടം നടത്തിയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തുണ്ടായ കുറെ ദുരനുഭവങ്ങളാണ്. 1955 പുനലൂരിൽ ജനിച്ച സോമരാജൻ സാറിന്റെ അമ്മ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് തന്നെ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം അനാഥത്വത്തിന്റെ സങ്കടം ഒരുപാട് അനുഭവിച്ചു. അവിടെ നിന്ന് കുട്ടിക്കാലത്ത് പുനലൂരിലും അവിടെയൊക്കെ തന്നെ പഠിച്ച് പിന്നെ ബാലജന സഖ്യം, അതുപോലെ റേഡിയോ ക്ലബ്ബ്, അവിടങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തന രംഗത്തെത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്നാണ് നല്ല ശമരിയാക്കാരന്റെ റോള്, മാതൃക മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനും നാട്ടുകാരെ സഹായിക്കുക, ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കുക എന്ന ശീലം അദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്നു. ആ ശീലത്തിൽ നിന്നാണ് അനാഥൻ എന്ന വാക്ക് ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ അനുകമ്പ, സഹാനുഭൂതി എന്നീ വികാരങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രകടമാക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്ന ചിന്ത ഇദ്ദേഹത്തിൽ ഉറയ്ക്കുന്നത്. അതുകൊണ്ടാണ് 2002 നവംബറിൽ ഗാന്ധി ഭവൻ എന്ന പ്രസ്ഥാനത്തിന് സോമരാജൻ സാറ് രൂപം നൽകുന്നത്. ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ 300 കിടപ്പു രോഗികൾ ഉൾപ്പെടെ 1200 അന്തേവാസികളുണ്ട്. അതിൽ പ്രശസ്തരുണ്ട്, വൃദ്ധരുണ്ട്, മാസങ്ങൾ മാത്രം പ്രായമുള്ള കൊച്ചു കുട്ടികളുണ്ട്. ഇവരെയൊക്കെ പരിപാലിക്കുന്ന നഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. വെറും ഓണറേറിയം മാത്രം വാങ്ങിയാണ് ഈ നഴ്സുമാരും ഡോക്ടേഴ്സും അതുപോലെ തന്നെ പഠിപ്പിക്കാനെത്തുന്ന അധ്യാപകരും കൗൺസിലിംഗ് എത്തുന്ന കൗൺസിലേഴ്സും ഒക്കെ വാങ്ങുന്നത്. പിന്നെ ഇവരെ റിക്രിയേഷൻ എത്തുന്ന ഈ മജീഷ്യന്മാര്, സിനിമാ താരങ്ങൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രതിഫലം വാങ്ങാതെയാണ് ഈ സ്ഥലത്ത് എത്തുന്നത്. ഇപ്പോൾ ഈ പത്തനാപുരത്ത് ഞാൻ പറഞ്ഞല്ലോ 1200 ആളുകളുണ്ട്, പല പ്രായത്തിലുള്ള ആളുകൾ. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവർക്ക് വേണ്ടിയുള്ളത്? ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള സംവിധാനം, അതുപോലെ വൃദ്ധസദനം, ആതുര ആലയങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥനാമുറി. പ്രാർത്ഥനാമുറി എന്ന് പറയുമ്പോൾ വിവിധ മതങ്ങളിലും വിവിധ സമുദായങ്ങളിലും പെട്ട ആളുകളുണ്ട്. ഇവർക്കൊക്കെ വിഭിന്നമായ പ്രത്യേക പ്രാർത്ഥനാമുറി ഒന്നുമില്ല, ഒരു പ്രാർത്ഥനാമുറിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഗാന്ധി ഭവൻ ഇന്റർനാഷണലിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മതേതര കുടുംബം, ലാർജസ്റ്റ് സെക്കുലർ ജോയിന്റ് ഫാമിലി ഇൻ ഏഷ്യ എന്നാണ് ഈ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ അറിയപ്പെടുന്നത്. കേരളത്തിലെ തന്നെ കേരളത്തിന്റെ മുഖമുദ്രയായി മാറാവുന്ന ഒരു ചാരിറ്റി സംരംഭമാണ് ഗാന്ധി ഭവൻ. ഗാന്ധി ഭവനെ കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ചാരിറ്റി രംഗത്ത് നടക്കുന്നുണ്ട്. നന്മമരങ്ങൾ പലതുമുണ്ട്. നന്മമരങ്ങളുടെ ഒരു രോഗിയെ സഹായിക്കാൻ പോയിട്ട് കാശ് വെട്ടിക്കുന്നവരുണ്ട്. അതുപോലെ ആരെങ്കിലും സഹായിച്ചിട്ട് ഞാൻ അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താണ് നേട്ടമെന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം നന്മമരങ്ങളും എന്ന് പകൽ പോലെ വ്യക്തമാണ്. പല വിവാദങ്ങളും പല വാർത്തകളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി 2002 മുതൽ 2025 വരെയും എത്ര പ്രമുഖർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടോ? ഡോക്ടർ APJ അബ്ദുൽ കലാം മുതൽ എത്ര പ്രമുഖർ, എത്ര ആളുകൾ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി. അനുകമ്പ, സഹാനുഭൂതി, സ്നേഹം, ഇതിനൊക്കെ ഏറ്റവും ഉത്തമ മാതൃകയാണ് പത്തനാപുരം ഗാന്ധി ഭവൻ. എടുത്തു പറയേണ്ട ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ, സംഭവകഥയാണ്. ഇപ്പോൾ ധാരാളം സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും ഒക്കെ അവിടെ ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ ടൂർ പോകാറുണ്ട്. അവരുടെ കോളേജിൽ നിന്ന് അവിടെ സന്നദ്ധ പ്രവർത്തനത്തിനോ സാമൂഹ്യ പ്രവർത്തനത്തിനോ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു പഠിക്കാനൊക്കെ ആയിരിക്കാം കുട്ടികൾ അവിടെ ടൂർ പോകും. അങ്ങനെ ഒരു കുട്ടി അവിടെ ചെല്ലുമ്പോൾ കുട്ടി കാണുന്നത് കുട്ടിയുടെ മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ്. കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല, അവരെ കാണുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ആശ്ചര്യം, ഈ മുത്തശ്ശനെയും മുത്തശ്ശിയും ഇവിടെ എങ്ങനെ എത്തി? അതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നു വരുന്ന വേറൊരു സംസ്കാരത്തിന്റെ കഥ കൂടിയുണ്ട് പറയാൻ. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ ഇവിടുന്ന് പ്രവാസ ജീവിതം തേടി പോവുകയാണ്. പല പ്രവാസികളും അവിടെ ജോലി ഇല്ലാതെയും ജോലി നഷ്ടപ്പെട്ടുമൊക്കെ തിരിച്ച് നാട്ടിലോട്ട് ഉടനെ തന്നെ വരും. കാരണം മൈക്രോസോഫ്റ്റ് വരെ 6000-ഓളം തൊഴിലാളികളെ പറഞ്ഞു വിട്ടുകഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഈ AI-യുടെ ഒക്കെ കടന്നുകയറ്റത്തോടുകൂടി തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ ആളുകളെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ സ്കിൽഡ് ലേബേഴ്സിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പലർക്കും തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് തിരികെ എത്തിയേക്കാം.
എങ്കിലും പല മേഖലകളിലും കേരളത്തിലെ തന്നെ ആളില്ലാത്ത വീടുകളുടെ കണക്കെടുത്താൽ തന്നെ അറിയാം, ഒരുപാട് വീടുകൾ ഇങ്ങനെ ആളില്ലാത്ത വീടുകളായി കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഉള്ള വൃദ്ധരായ മാതാപിതാക്കളെയാണ് ഇങ്ങനെ ഗാന്ധി ഭവനിലും ഒക്കെ കൊണ്ട് നട തള്ളിയിട്ട് ഈ യുവാക്കളായ ആളുകൾ വിദേശത്തേക്ക് കടന്നു കളയുന്നത്. അവർ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിക്കുന്നുണ്ടാകാം, പക്ഷെ ഇതൊരു കൾച്ചറായി മാറിയിട്ടുണ്ട്, ഇതൊരു സംസ്കാരമായി മാറിയിട്ടുണ്ട്, പുതിയൊരു രീതിയായി മാറിയിട്ടുണ്ട്. അവിടെയാണ് പ്രതിസന്ധി. ഈ മുത്തശ്ശിയെയും മുത്തശ്ശനെയും ഗാന്ധി ഭവനിൽ വെച്ച് കാണുന്ന ആ പെൺകുട്ടിയുടെ അനുഭവം, അല്ലെ ആ കുട്ടിയുടെ അനുഭവം വിവരിക്കുന്നത് ഈ പുതിയ സംസ്കാരത്തിന് എതിരെയുള്ള വലിയൊരു ചോദ്യമാണ് ആ കുട്ടിയുടെ അനുഭവം ഉയർത്തിവിടുന്നത്. ഇങ്ങനെ ആളുകളെ നടതള്ളുന്ന രീതി ശരിയല്ല എന്ന് പല സാംസ്കാരിക പ്രവർത്തകരും പലരും പറയുന്നുണ്ട്. ഇങ്ങനെ നടതള്ളുന്നതിനെതിരെ നമുക്ക് നിയമമുണ്ട്, ഇവരെ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ രക്ഷിതാക്കൾക്കെതിരെ കേസും, അതായത് മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ മക്കൾക്കെതിരെ കേസും മറ്റ് നടപടികളും ഉണ്ടാകുമെന്നുള്ള നിയമമുണ്ട്. സംരക്ഷിക്കണമെന്ന് സാമൂഹിക നീതി വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എങ്കിലും ഈ നടതള്ളൽ പുതിയൊരു സംസ്കാരമായി മാറിയിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഗാന്ധി ഭവന്റെ പ്രസക്തിയും വർദ്ധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഗാന്ധി ഭവൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മതേതര കുടുംബമായി നിലനിൽക്കുന്നത് സമൂഹത്തിലെ അനാഥൻ എന്ന പേര് ഉടച്ചു വാർക്കാൻ, അല്ലെങ്കിൽ അനാഥൻ എന്ന പേര് തുടച്ചു നീക്കാൻ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ച സോമരാജൻ എന്ന് പറയുന്ന ഒരു മഹാമനീഷിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് വിസ്മയ ന്യൂസ്.